സുഹൃത്തുക്കളെ, ലൂമിയർ സഹോദരന്മാർ, നമ്മുടെ റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിച്ചതുപോലെ ഒരു നൂറ്റാണ്ട് മുമ്പ് ലൂമിയർ സഹോദരന്മാർ ഈ സിനിമ കണ്ടുപിടിച്ചതിന് ശേഷം, അതിൻ്റെ ആദിമരൂപം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സങ്കീർണമായിട്ടുള്ള ഒന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റുഡിയോയിലായിരുന്നു എല്ലാ റെക്കോർഡ്സും നടന്നിരുന്നത്. PN മേനോൻ്റെ ഓളവും തീരത്തിലൂടെയാണ് ഈ വാതിൽപ്പുറ ചിത്രീകരണം, ഔട്ട്ഡോർ ഷൂട്ടിംഗ് ഒക്കെ നടന്നു തുടങ്ങിയത്. എന്തായിരുന്നാലും മലയാള സിനിമ, ലോക സിനിമയുടെ പോട്ടെ, ഇന്ത്യൻ സിനിമയുടെ പോട്ടെ, മലയാള സിനിമയുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്തൊരു വൻ വീഴ്ചയാണ് നടൻ ദിലീപിന് പറ്റിയിരിക്കുന്നത്. അമ്മയിലെ തെരഞ്ഞെടുപ്പിൽ അമ്മ എന്ന സംഘടനയ്ക്കകത്ത് ദിലീപിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. അവരുടെ സിനിമകൾ എടുത്തപ്പം അമ്മ നേരിട്ട് സിനിമ നിർമ്മിക്കുമ്പം അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ടിങ്, അതിനു വേണ്ടിയിട്ടുള്ള 2020 അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ടുള്ള സിനിമയൊക്കെ എടുത്തിരുന്നു. ആ സിനിമകൾ അവർക്ക് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അതിൻ്റെ എല്ലാം ചുക്കാൻ പിടിച്ചത് ദിലീപായിരുന്നു. മീര ജാസ്മിനെ ആ സിനിമയായിട്ട് സഹകരിക്കാത്തതിൻ്റെ പേരിൽ കോർണർ ചെയ്യാനുള്ള ശ്രമം നടത്തിയത് ദിലീപാണ്. മലയാള സിനിമയുടെ ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായിട്ടുള്ള അമ്മയെ നിയന്ത്രിച്ചിരുന്നത് ദിലീപിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കോക്കസ് ആയിരുന്നു. ദിലീപിൻ്റെ വലങ്കയും ഇടങ്കയും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു. ദിലീപിൻ്റെ ഏറ്റവും വലിയ റൈറ്റ് ഹാൻഡ് ആയിട്ടുണ്ടായിരുന്നത് സിദ്ദിഖാണ്. ആ സിദ്ദിഖിനെതിരെ ഏറ്റവും വലിയ രീതിയിലുള്ള ഒരുപാട് മീട്ടു ആരോപണങ്ങൾ പലരും, ഈ മിനു മുംതാസോ എന്തോ പറഞ്ഞ ഒരുത്തിയുണ്ടല്ലോ കഴിഞ്ഞ ദിവസം, ഒരു പെൺകുട്ടിയെ വേശ്യാവൃത്തിക്ക് പ്രേരിപ്പിച്ച കുടുംബത്തിലുള്ള കുട്ടിയെ വരെ, അങ്ങനെയുള്ള ഒരുപാട് ഫാബ്രിക്കേറ്റഡായിട്ടുള്ള ആരോപണങ്ങൾ, കുറേ അലമ്പ് സാധനങ്ങൾ, ഭൂലോക വെടികൾ എന്ന് പറയാൻ പറ്റുന്ന കുറേ എണ്ണമൊക്കെ കൊണ്ടുവന്നെങ്കിലും രേവതി സമ്പത്തിൻ്റെ ആരോപണം അതിനകത്ത് വിശ്വസനീയമായ ഒന്നാണ്. ആ കുട്ടിയുടെ വാക്കുകൾ, അതിനകത്ത് സത്യസന്ധത, നേരെ കാര്യങ്ങൾ എല്ലാം നമുക്ക് ബോധ്യപ്പെടുന്നതായിരുന്നു. അങ്ങനെയുള്ള ആരോപണത്തിലൂടെ സിദ്ദിഖിന് സെക്രട്ടറി സ്ഥാനമൊക്കെ പോയി. സിദ്ദിഖ് പോയി കഴിഞ്ഞപ്പോൾ തങ്ങൾക്ക് പറ്റുന്ന ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി, ഇല്ലെങ്കിൽ ജഗദീഷും ജോയ് മാത്യുവും പ്രസിഡന്റ് സെക്രട്ടറിയായി വരും എന്നുള്ളതുകൊണ്ട് കമ്മിറ്റി പിരിച്ചുകൊണ്ട് അഡ്വോ കമ്മിറ്റി ഉണ്ടാക്കുകയും വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്തപ്പോൾ ബാബുരാജനെ മുമ്പിൽ നിർത്തി കളി കളിക്കാമെന്ന് എഴുതി. അതും പൊളിഞ്ഞു. ശ്വേതോ മേനോൻ വന്നു, ബാക്കിയുള്ളവർ വന്നു, ജോയ് മാത്യു എക്സിക്യൂട്ടീവിലുണ്ട്, ജയൻ ചേർത്തലയുണ്ട്. അങ്ങനെയുള്ള വലിയൊരു ടീം. ഇലക്ഷനിലൂടെയാണെന്ന് പറയണം ജോയ് മാത്യു ഒക്കെ വരുന്നത്. ഡൈയും കൂടി ചെയ്യാതെ നരച്ച താടിയുമായിട്ട് വരുന്ന ഒരു നടനാണ്, ഒരു സംവിധായകനാണ്, ഒരു തിരക്കഥാകൃത്താണ്, നാടകകൃത്താണ് ഒക്കെയുള്ള അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ. ചേതാമരൻ വളരെ ബോൾഡായിട്ട് അവരെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ട് അതിനകത്ത് ജീവിച്ചുകൊണ്ട് വന്നു. മലയാള സിനിമയെ പരിപൂർണമായി വിഴുങ്ങുക എന്നതായിരുന്നു ദിലീപിൻ്റെ ഒരു കാലഘട്ടത്തിലെ ലക്ഷ്യം. അദ്ദേഹം ഡി സിനിമാസ് എന്ന് പറഞ്ഞ ചാലക്കുടി തന്നെയല്ലേ, ചാലക്കുടിയിൽ സിനിമാ തിയേറ്റർ തുടങ്ങുന്നു. അതേ അങ്ങനെ ചലച്ചിത്ര സിനിമാ തിയേറ്റർ ഉടമകളുടെ സംഘടനയുടെ തലപ്പത്തേക്ക് കയറി വരാനുള്ള ശ്രമം നടക്കുന്നു. ഡിസ്ട്രിബ്യൂട്ടിംഗ് കമ്പനി തുടങ്ങുന്നു. ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ സംഘടനയ്ക്കകത്ത് കയറി കൂടുന്നു. അദ്ദേഹം ഫെഫ്കയ്ക്കകത്ത് മാത്രമാണ് കയറി കൂടാത്തതെന്നാണ് എൻ്റെ സംശയം. നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കകത്ത് കയറി കൂടുന്നു. ഇതിലെല്ലാം അദ്ദേഹം ലോബി നടത്തി അദ്ദേഹത്തിന് പറ്റുന്ന ആൾക്കാരെ ആക്കുന്നു. നിർമ്മാതാക്കളുടെ സംഘടനയുടെയോ മറ്റോ അതോ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ആണോ, അതോ ചലച്ചിത്ര സിനിമാ തിയേറ്റർ ഉടമകളുടെ സംഘടനയുടെയാണോ, ഇതിൻ്റെയൊക്കെ ഫലഭൂയിത്വത്തിലേക്ക് അദ്ദേഹം കടന്നു വരുന്നു. അതിലെല്ലാം വളരെ ചീഞ്ഞ രാഷ്ട്രീയം, യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പാർട്ടികളെ നാണിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പൊളിറ്റിക്സ് കലാരംഗത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ദിലീപ്. അപ്പോൾ ദിലീപിന് അമ്മയിലുള്ള നിയന്ത്രണം പരിപൂർണമായി നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ശ്രദ്ധിക്കുന്നതിലില്ല, കമ്മിറ്റി പോലും ഇല്ല, ആരും പ്രൊട്ടക്ട് ചെയ്യാറില്ല. എടുക്കുന്ന സിനിമ മുഴുവൻ പൊളിഞ്ഞു പോവുക ഷാദുകൂട്ടൻ്റെ. അതിനുശേഷം പിന്നീട് പിടിക്കാൻ നോക്കിയൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്ന് വെച്ചാൽ ആൾക്കാർ കൂക്കി വിളിക്കുന്ന അവസ്ഥയാണ് ദിലീപിന്. ചേതാമരന് കിട്ടുന്ന കയ്യടി ദിലീപിൻ്റെ കരണത്ത് കിട്ടുന്ന അടിയാ ഓരോ സ്ഥലത്തും. വേണ്ട, ഇപ്പം ചലച്ചിത്ര നിർമ്മാതാക്കളുടെ സംഘടനയുടെ മത്സരം നടന്നപ്പം സാന്ദ്ര തോമസ് ഒക്കെ പരാജയപ്പെട്ടെങ്കിലും അതിനകത്തൊക്കെ പലരും വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടുകൾ എടുത്തിരുന്ന സുരേഷ് കുമാർ ഉൾപ്പെടെയുള്ളവരൊക്കെ വൻ ഭൂരിപക്ഷത്തിന് ജയിച്ചിട്ടുണ്ട് ഇതിനകത്ത്. മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ 2 പേരാണ് തോറ്റത്. 2 പേർക്കുള്ള തിരിച്ചടിയാണത്. ഒന്ന് ഷെയ്ൻ നിഗം എന്ന് പറയുന്ന അഹങ്കാരിയായ മഹാനായ ഒരു കലാകാരനായിരുന്നു, മിമിക്രി ആർട്ടിസ്റ്റും നടനും ഒക്കെ ആയിരുന്ന അബി. എനിക്ക് വളരെ ഇഷ്ടമുള്ള കലാഭവനിലൂടെ കടന്നു വന്നേ. ആ അബിയുടെ പിതൃഗുണം ഒന്നുമില്ലാത്ത അഹങ്കാരിയായ ഒരുത്തരാണ്. അഭിനയശേഷി ഉണ്ടെങ്കിലും ഷെയ്ൻ നിഗം ഇത്ര ചെറുപ്പത്തിലെ ഇത്ര അഹങ്കാരിയാണെന്നുണ്ടെങ്കിൽ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ മാതിരി ഒരു സൂപ്പർ താരമാവുകയോ അല്ലെങ്കിൽ ഫഹദ് ഫാസിലിനെ ഉൾപ്പെടെയുള്ളവരെ പോലെയുള്ള, ദുൽഖർ റഹ്മാനെയൊക്കെ ഉൾപ്പെടെയുള്ളവരെ പോലെയുള്ള ഒരു വലിയ താരമൂല്യമുള്ള, പൃഥ്വിരാജിൻ്റെ ഒക്കെ ഒരു അവസ്ഥയിലുള്ള താരമൂല്യമുള്ള നടനാവുകയോ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും ഇവൻ്റെ അവസ്ഥ? അല്പം അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിലും കുടപിടിക്കുന്ന പറയുന്നത് ഷെയ്ൻ നിഗത്തെ ഉദ്ദേശിച്ചാണ്.
ജോബി ജോർജ് നിർമ്മാതാക്കളുടെ സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗുഡ്വിൽ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ഞാനവിടെ പോയിട്ടുള്ളതാണ്. പാലയിലാണ് അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാപനമുള്ളത്, കോട്ടയം ജില്ലയിൽ. അദ്ദേഹം ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ പിന്നെ നേരത്തെ ഞങ്ങൾ തീരുമാനിച്ച പ്രകാരം അദ്ദേഹത്തിൻ്റെ ഡ്രൈവറെ എറണാകുളത്ത് വന്ന് എന്നെ വിട്ട് എന്നെ പിക്ക് ചെയ്ത് ഞങ്ങൾ അവിടുന്ന് പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹമാണ് യൂട്യൂബ് ചാനലിൻ്റെ ഉടമയും. അന്ന് പണ്ട് മാധ്യമത്തിലുണ്ടായിരുന്ന ഇടുക്കിയിലെ ഭൂമി കയ്യേറ്റങ്ങളെല്ലാം പിന്നെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അതിൽ ആ വിഷയത്തിനകത്ത് അവിടുത്തെ കയ്യേറ്റക്കാരുടെ കെട്ടിടങ്ങളും റിസോർട്ടുകളും ഇടിച്ചു പൊളിക്കുന്ന ഒരു നടപടിയിലേക്ക് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹം പോകുമ്പം അദ്ദേഹത്തിൻ്റെ ഈ 3 പൂച്ചകളെ വിട്ടല്ലോ, നമ്മുടെ വിഷ്ണായി സിംഗിനെയും അതേപോലെ IAS മറ്റേ സുരേഷ് കുമാറിനെയും രാജു നാരായണസ്വാമിയെയും വിട്ടപ്പം ആ 3 പൂച്ചകൾക്കും വഴികാട്ടിയായി നിന്നിരുന്ന അതിന് ദിശാബോധം നൽകിയ ഈ വിഷയം VSന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന അതിനനുകൂലമായിട്ടുള്ള ജനാഭിപ്രായം രൂപീകരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരാളാണ് മാധ്യമപ്രവർത്തകനായിരുന്ന PK പ്രകാശേട്ടൻ. അന്ന് അദ്ദേഹം മാധ്യമത്തിലായിരുന്നു. അദ്ദേഹത്തെയും വേണു ബാലകൃഷ്ണനെയും ഉണ്ണി ബാലകൃഷ്ണനെയും വെച്ചുകൊണ്ടാണ് ഈ ചാനൽ ആരംഭിക്കുന്നത്. മമ്മൂട്ടിയാണ് അതിൻ്റെ ഈ ചാനലിൻ്റെ ലോഞ്ചിങ് നടത്തുന്നത്. യൂട്യൂബ് ഇപ്പോഴും നടന്നു പോകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചത്. സ്റ്റുഡിയോ ഒക്കെ കൊണ്ടുപോയി കാണിച്ച് ഞങ്ങൾ ഒരുമിച്ചാണ് ഉച്ചഭക്ഷണം കഴിച്ചത്. അതിനു മുമ്പ് ചായ കുടിച്ച് ഒരുമിച്ച് വളരെ സ്നേഹപൂർവ്വമായിരുന്നു. എന്നോട് വളരെ അദ്ദേഹത്തെക്കുറിച്ച് മറ്റു പലരും വേണ്ടതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ജോബിച്ചായൻ എന്നോട് വളരെ ഭംഗിയായിട്ടും സ്നേഹമായിട്ടും സംസാരിച്ചു. അദ്ദേഹത്തിന് വിദേശത്തും പല ബിസിനസ്സുകളുണ്ട്, ഒക്കെയുണ്ട്. കാനഡയിലും UK ഒക്കെ അദ്ദേഹത്തിന് ബിസിനസ്സുകളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട്. വളരെ ബ്രദർ എന്ന സഹോദര എന്നൊക്കെ പറഞ്ഞിട്ടാണ് സംസാരിക്കാറുള്ളത്. പേര് പോലും വിളിക്കാറില്ല, അങ്ങനെയാണ് സംസാരിക്കാറുള്ളത്. ആ രീതിയിലുള്ള ഒരു എളിമയും വിനയവുമാണ് എന്നോട് കാണിച്ചിട്ടുള്ളത്. എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസേ ജോബിച്ചാനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ജോബി ജോർജ് അതിലേക്ക് ജയിക്കുന്നു. ജോബി ജോർജ് ജയിക്കുക എന്നുള്ള ജോബി ജോർജിനെ കുറേ വെള്ളം കുടിപ്പിച്ചതാണ് ഷെയ്ൻ നിഗം. ഷെയ്ൻ നിഗത്തിനെതിരെ ഏറ്റവും ആദ്യം രംഗത്ത് വരുന്നത് ജോബി ജോർജാണ്. ഇപ്പോൾ ഷെയ്ൻ നിഗം എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല, ഒരു മേൽവിലാസമില്ല. ഇനി വല്ല തുക്കട സിനിമയിലൊക്കെ അഭിനയിച്ചു പോകേണ്ടി വരും. കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ല, അഹങ്കാരം കൂടരുത്. അപ്പോൾ ജോബി ജോർജിൻ്റെ വിജയം ഷെയ്ൻ നിഗത്തിനെതിരായിട്ടുള്ള തിരിച്ചടിയാണ്. അതേപോലെ തന്നെ സജി നമ്പ്യാട്ട് തോറ്റുപോയി. സജി നന്ദ്യാട്ട് ഈ സജി നന്ദ്യാട്ടാണ് ഒരു വൃത്തികെട്ടവനായിട്ട് ചാനൽ ചർച്ചകൾക്കകത്ത് ദിലീപിനെ ഈ നടിയെ പിന്നെ പീഡിപ്പിക്കാൻ കൊട്ടേഷൻ കൊടുത്ത സംഭവവുമായി ബന്ധപ്പെട്ട കേസ് നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ദിലീപിന് വേണ്ടി വാദിച്ചത് ദിലീപിൻ്റെ വക്കീലാണെന്ന് കരുതി ഇവൻ LLB കഴിഞ്ഞിട്ടില്ലെങ്കിൽ ദിലീപിന് വേണ്ടി വാദിക്കുകയാണ് ചാനൽ ചർച്ചയിൽ പോയിട്ട്. ഒരു യൂസ്ലെസ് ഇൻവാലിഡ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ്, കോമൺ സെൻസ് ഇല്ലാത്ത ആർഗ്യുമെന്റ്സ്, സെൻസിബിൾ ആയിട്ടുള്ള വാക്കുമായെന്ന് വരില്ല. അങ്ങനെ സംസാരിച്ച സജി നന്ദ്യാട്ട് നിർമ്മാതാക്കളുടെ സംഘടനയുടെ മത്സരത്തിൽ പോലും പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് ആത്യന്തികമായി ദിലീപിനുള്ള തിരിച്ചടിയാണ്. ഇപ്പുറത്ത് അമ്മയ്ക്കകത്തുള്ള വലങ്കയ്യായിരുന്ന സിദ്ദിഖ് ഔട്ടാവുന്നു. ഇവനെ ആലുവ പിന്നെ പോലീസ് ക്യാമ്പിൽ ചോദ്യം ചെയ്യുന്ന ഗസ്റ്റ് അവിടെ വെച്ചിട്ട് ചോദ്യം ചെയ്യുന്ന സമയത്ത് പാതിരാത്രിയോളം അവിടെ കാവൽ പിന്നെ ഇരുന്ന ആളാണ്. കാരണം രണ്ടാൾക്കും ഒരേ പരിപാടിയാണല്ലോ. രണ്ടുപേരും കൂട്ടുകൃഷി നടത്തിയിട്ടുണ്ടോയെന്നും അറിയില്ല ഈ വിഷയത്തിൽ, ഇത്തരം ഏർപ്പാടുകൾക്കകത്ത്. അപ്പോൾ അതുകൊണ്ട് അവൻ എൻ്റെ പേരെങ്ങനെ പറഞ്ഞാലും നീതിയിട്ടാണ് സംരക്ഷിക്കാൻ വേണ്ടി പോയതാ. പാതിരാത്രി വരെ ചോദ്യം ചെയ്യുമ്പോൾ മണിക്കൂറുകളോളം അവിടെ വായി നോക്കി നിന്നു. എന്നിട്ട് വെറും കൈയോടെ വീട്ടിലേക്ക് കൊണ്ടു വന്നു. മറ്റും കുറേ ദിവസം റിമാൻഡിലും കിടന്നു. അങ്ങനെയുള്ള സിദ്ദിഖൊന്നും അല്ലാതെയാകുക, അതേപോലെ സജി നന്ദ്യാട്ട് വളരെ ദയനീയമായി പരാജയപ്പെടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ദിലീപിനുള്ള തിരിച്ചടിയാണ്. ദിലീപ് മലയാള സിനിമയിൽ അപ്രസക്തനായിരിക്കുന്നു. ഒരേ സമയം നിർമ്മാതാക്കളുടെ സംഘടനയെയും ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ സംഘടനയെയും തിയേറ്റർ ഉടമകളുടെ സംഘടനയെയും പിന്നെ ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായിട്ടുള്ള അമ്മയെയും ഒക്കെ ഒറ്റയ്ക്ക് വിഴുങ്ങാം. ഇവിടുത്തെ പിന്നെ ഏക ഛത്രാധിപതിയായി വിലസാം എന്ന വ്യാമോഹമുണ്ടായിരുന്ന ആ അതിമോഹമുണ്ടായിരുന്ന മോഹങ്ങളുണ്ടാവാം. എല്ലാ മനുഷ്യനും മോഹം ഉണ്ടാവണം. പിന്നെ ഈ മോതിരക്കൈ മരിച്ചിട്ട് കുഷ്ഠരോഗിയെ കുറിച്ചൊരു പാട്ടുണ്ടല്ലോ, സ്വപ്നങ്ങളുള്ള കഴിവ് കൊണ്ടാണ് അവർ ജീവിച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിൽ. അത് ഏതാണ് അശ്വവേദം നാടകത്തിനകത്താണെന്ന് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. പിന്നെ മോഹങ്ങൾ മരിച്ചിട്ടും മോതിരക്കൈ മരവിച്ചിട്ട് എന്തായിരുന്നാലും നല്ല നാളെ സ്വപ്നം കണ്ടുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെയുള്ള അത് സ്വപ്നങ്ങളാവാം. ഇത് പിന്നെ വളരെ ബാക്കിയുള്ളവരെ എല്ലാം ചവിട്ടി താഴ്ത്തിയിട്ട് പോകണമെന്നുള്ള ദുർമോഹങ്ങൾ, വ്യാമോഹങ്ങൾ, ആർത്തി, മറ്റുള്ളവരെ ചവിട്ടിക്കൂട്ടാനുള്ള ക്രൂര മനസ്സ്, അതിൻ്റെ കൂടെ നിന്ന സിദ്ദിഖ് മൂലയ്ക്കായി, സിദ്ദിഖ് ഒരു പുല്ലുമല്ലാതെയായി. ഇപ്പം ഷെയ്ൻ നിഗത്തിനുള്ള തിരിച്ചടിയാണ് ജോബി ജോർജിൻ്റെ വിജയം. ജോബി ജോർജിനെ വിശദീകരിക്കുകയോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ വിശദീകരിക്കുകയൊന്നും അല്ല, അവരടുത്ത് തെറ്റുണ്ടെങ്കിൽ അത് പറയും. എന്തായിരുന്നാലും ദിലീപ് യുഗം എന്ന് പറയുന്നത് അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു.
അതേസമയം മഞ്ജു വാര്യർ അവരുടെ കരിയറിന്റെ ഏറ്റവും പീക്കിൽ നിൽക്കുന്നു. അവരുടെ ഡേറ്റിന് വേണ്ടി ആളുകൾ കാത്തു നിൽക്കുന്നു ഇപ്പോഴും. എത്ര വയസ്സായി എന്ന് ആലോചിക്കണം. 44 വയസ്സ്, 45 വയസ്സ്, 47 വയസ്സായിട്ടുണ്ടെന്ന് തോന്നുന്നു മഞ്ജു വാര്യർക്ക്. അപ്പം ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഞാൻ പറയാം മഞ്ജു വാര്യർക്ക് എത്ര വയസ്സായി എന്നുള്ളത്. ഇപ്പോൾ ഒറ്റ മിനിറ്റ്, ഒറ്റ സെക്കൻഡ് ഒന്നുകൂടി. മഞ്ജു വാര്യർ ഇപ്പം പറയാം. 46 വയസ്സ്, 78 സെപ്റ്റംബർ 10 അടുത്ത മാസം 10-ാം തീയതി, അതായത് കേവലം 26 ദിവസം, ഈ മാസം 30-ാം തീയതി വരെയുണ്ട്. 26 ദിവസം കൂടി കഴിഞ്ഞാൽ 47 വയസ്സാകുക. 47 വയസ്സായി തന്നെ പറയാം. ആകെ 26 ദിവസം കൂടി കഴിഞ്ഞാൽ മതി 47 വയസ്സാകുക. 47 വയസ്സുള്ള മഞ്ജു വാര്യർ അത്ഭുതപ്പെടുത്തുകയാണ് നമ്മൾ. ഇതെല്ലാം ദിലീപിൻ്റെ, മഞ്ജു വാര്യരുടെ വിജയം, കരിയറിലെ വിജയം. ഇവൻ്റെ സിനിമ കാണാൻ ഒരു പട്ടിയും പോകുന്നില്ല. എത്ര വലിയ PR വർക്ക് നടത്തിയിട്ടും അവൻ്റെ വലപങ്കിയായ സിദ്ദിഖ് അമ്മയിൽ അപ്രസക്തനായി, ഇവൻ അപ്രസക്തനായി. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് സംഘടനയ്ക്കകത്ത് അവന് വലിയ റോളില്ല. ചലച്ചിത്ര നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കകത്ത് അവന് റോളില്ല. തിയേറ്റർ ഉടമകളുടെ സംഘടനയ്ക്കകത്ത് അവന് റോളില്ല. നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കകത്ത് അവൻ്റെ വലങ്കയായ സജി നമ്പിയായിട്ട് പരാജയപ്പെടുന്നു. എന്തായിരുന്നാലും ഷെയ്ൻ നിഗത്തെ പോലെയും ദിലീപിനെ പോലെയും ഒക്കെ അഹങ്കരിക്കുകയും വൃത്തികേടുകൾ കാണിക്കുകയും നെറികേടുകൾ കാണിക്കുകയും ചെയ്യുന്നവർക്ക് ദൈവം കൊടുത്ത ശിക്ഷ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ തിരിച്ചറിവുള്ള മനുഷ്യർ, അതിനകത്തൊക്കെ ഉള്ളവർ, ഇവരുടെ ഈ മാഫിയയെ കണ്ട് ഭയപ്പെട്ടിരുന്നവർ, ശബ്ദമുയർത്തി തുടങ്ങിയിട്ടില്ലെങ്കിൽ പോലും നിശബ്ദമായി അവരുടെ മുമ്പിൽ കിട്ടിയ ബാലറ്റിലൂടെ ആ പ്രതിഷേധം അറിയിച്ചതിൻ്റെ പ്രതിഫലനമാണ് ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം കണ്ടത്. ഇതെല്ലാവർക്കും ഒരു പാഠമാകട്ടെ. നമ്മളൊരു പരിധിക്കപ്പുറം അഹങ്കരിക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു.